ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ബജറ്റിൽ നീക്കി വെച്ച് എത്രയാ 100 കോടി രൂപ? ജെയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? അതെങ്കിലും ഈ 10,000 അംഗീകരിച്ച് ഈ സമരം തീർക്കാതിരിക്കാനും മാത്രം ഗതികെട്ട കോലത്തിലാണോ കേരളത്തിന്റെ ഖജനാവ്? അത് ഉത്തരം പറ. അത് അതായത് ബിജെപിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങളില്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട്. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ടെങ്കിൽ ഈ സമരം കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള സമരമല്ല. ഈ സമരം ഒരു ബിജെപി രക്ഷാ യോജനയാണ്. ഭയങ്കര. കേരളത്തെയും ആശാപ്രവർത്തകരെയും 100 കോടി രൂപ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കൊടുക്കാതെ നരകിപ്പിച്ച് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSSനെ രക്ഷിക്കാനുള്ള ഒരു RSS രക്ഷാ യോജന സമരമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം മാറിയിട്ടുണ്ട്. ചോദിക്കേണ്ടിയിരുന്നില്ലേ 2023-24 കാലയളവിൽ ബഹുമാനിയായ ആശാപ്രവർത്തകെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തവണ 10,000-ൽ കുറയാത്ത തുക കിട്ടാതിരുന്നോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഏതെങ്കിലും ഒരു മാസം യൂണിയൻ ഗവൺമെന്റ് നൽകാതിരുന്നു? ബാക്കി പറ. നമ്മുടെ കേരളം ആശാപ്രവർത്തകർ അടക്കമുള്ള നമ്മുടെ നാടിനോട് RSS യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആ യുദ്ധത്തോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആശാപ്രവർത്തകർക്ക് അടക്കമുള്ള ശമ്പളം മുടങ്ങാതെ എടുത്ത് നൽകിയത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിങ്ങളുടെ സമരപ്പന്തലിൽ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച് നിങ്ങൾ കിറ്റ് വാങ്ങി സെൽഫി എടുത്ത് പിരിഞ്ഞ RSSകാരൻ നമുക്ക് നൽകാനുള്ള 100 കോടി ഉൾപ്പെടെ ബിജെപിയുമായി ഒരു തലത്തിലും സമരയോജിപ്പിന് CPM ഇല്ല. ഒരു ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ, ഒന്ന് പ്ലേ ചെയ്യാവോ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഒന്ന് പ്ലേ ചെയ്യാവോ? വിഴിഞ്ഞം സമരകാലത്ത് VV രാജേഷും മാനാവൂർ നാഗപ്പനും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കണ്ടതല്ലേ വിഷല? ജെക്സി തോമസ് വിഷല് കാണിക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്താ? താങ്കൾ ഇപ്പൊ പറഞ്ഞ സംശയം എന്താ ചോദിച്ച? സംശയം വേണം ജെയ്ക്ക്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വിഴിഞ്ഞം സമരകാലത്ത് സമരം പൊളിക്കാൻ CPM-ന് ജില്ലാ സെക്രട്ടറിയും BJP-യുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറിയുടെ മുന്നിലെ ദൃശ്യങ്ങളാണ് കാണുന്നേ. അതുകൊണ്ട് BJP-കാരൻ സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ അപരാധവാക്കല്ലേ ജയിക്കേ? ഞങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി 456 ദിവസത്തിലധികം തിരുവനന്തപുരത്ത് കുടിൽ കെട്ടി സമരം ചെയ്തവരാ. തോളോട് തോൾ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ നേതാക്കൾ. ഗവൺമെന്റിന്റെ കാലയളവിൽ വിഴിഞ്ഞം തോളോട് തോൾ ചേർന്ന് നിൽക്കുക സയാമീസ് ഇരട്ടകളെ പോലെ നിങ്ങളുടെ നേതാക്കൾ. BJP നേതാവ് മാനാവൂർ നാഗപ്പനും ജയിക്കേ ഒരു കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ പഴിക്കല്ലേ? അങ്ങ് കേൾക്കുക. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അങ്ങയുടെ രോഷപ്രകടനം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി പറയാലോ? അങ്ങ് അവസരം നൽകണം. അങ്ങയുടെ രോഷപ്രകടനം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി പറയാലോ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അങ്ങ് പറഞ്ഞോളൂ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. BJP നേതാവുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുക, അല്ലാതെ ഏതെങ്കിലും BMS-ന്റെ വാർത്താക്കുറിപ്പല്ല. ഏതെങ്കിലും BMS-ന്റെ വാർത്താക്കുറിപ്പല്ല. അദൃശ്യമായ രീതിയിൽ ഏതോ RSS-കാരൻ കയറിക്കുന്നു ഗോവിന്ദ മാഷ് പറയുന്നതല്ല. RSS-കാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുക ഒരു സമരമുഖത്ത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗോപി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജയിക്കേ? നാണമുണ്ടോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാനുണ്ട്. പറയൂ. അങ്ങ് 4 തവണ ആവർത്തിച്ചു BJP നേതാവുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച്. എനിക്ക് പറയാനുണ്ട്. എനിക്ക് പറയാമോ? പറയൂ. കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. വിടുവിച്ചാലേ ശരിയാവും. ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുമായിട്ട് അങ്ങ് അതല്ല ഉദ്ദേശം. എനിക്ക് എന്തൊക്കെ പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരുടെ പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരും വന്നിരുന്ന് ആവർത്തിക്കുന്ന കാര്യം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ചിത്രത്തിന്റെ കാര്യം ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? അല്ല, ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല.
അണ്ണാ ഹസാരക്ക് ഇപ്പുറം പോയിരുന്ന അരുൺ ജെയ്റ്റ്ലിയും അപ്പുറം പോയിരുന്ന ബൃന്ദാകാര ചിത്രത്തിന് ജെയ്ക്കിന് മറുപടി ഉണ്ടോ? ആറന്മുള വിമാനത്താവള സമരത്തിന് MA ബേബിയും കുമ്മനം ഒന്നിച്ചാൽ ജെയ്ക്കിന് മറുപടി ഉണ്ടോ? ഒരു കേന്ദ്രമന്ത്രി വന്നത് മഹാപരാധോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഞാൻ പറയട്ടെ, EP ജയരാജന്റെ വീട്ടിൽ ഒരു RSS ചാടിച്ചു, മറുപടി ഉണ്ടോ ജെയ്ക്ക്? സത്യം ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ആശാ പ്രവർത്തകർക്ക് മാത്രം 100 കോടി രൂപ കൊടുക്കാതെ പറ്റിച്ച നരാധവന്മാരാണ്. അവന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളും. അവന്മാരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ പൊള്ളില്ലേ? അത് സമരപ്പന്തലിൽ ഇരിക്കുന്നവർക്ക് VV രാജേഷ് ഷാനാവൂർ നാഗപ്പൻ തോളിൽ ചേർന്ന് നിങ്ങൾക്ക് പൊള്ളില്ലേ? കേന്ദ്ര ഫണ്ട് തരാത്ത ബുദ്ധിമുട്ടിക്കുന്ന അവന്മാരോട് ഈ ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ നിൽക്കുമ്പോ പൊള്ളില്ലേ ജയിക്ക് നിങ്ങൾക്ക്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അന്ന് പൊള്ളിയില്ലേ നിങ്ങൾക്ക്? അങ്ങേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് ചർച്ച നയിക്കാനാണെങ്കിൽ അങ്ങ് നയിച്ചു, എന്നെ അങ്ങ് ഒഴിവാക്കിയില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് മാന്യമായി മറുപടി പറയാൻ അവസരം നൽകണം. അതാണ് ഒരു മാന്യമായ സംവാദം, അതാണ് മാന്യമായ ആങ്കറിംഗ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതല്ല, അങ്ങേക്ക് തോന്നുമ്പോ ഇടപെട്ട് തോന്നിവാസം പറയാനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഈ സംവാദത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിമ സംഘത്തെ കൊണ്ടുപിടി ഇരുത്തിക്കോണം. അതിന് CPIM-ന്റെ പ്രതിനിധിയെ കിട്ടില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞാൻ അങ്ങയോട് ഈ ഘട്ടത്തിൽ തന്നെ നിലപാട് പറഞ്ഞേക്കാം. അങ്ങ് ചോദ്യം ചോദിച്ചോ, അങ്ങ് ചിത്രം കാണിച്ചോ, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ ആരോപണങ്ങളെയും അങ്ങയുടെ വാദമാക്കി എടുത്തു വെച്ച് അംഗം നിൽപ്പിച്ചോ, എനിക്ക് വിയോജിപ്പില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. പക്ഷെ മറുപടി പറയാൻ തുടങ്ങുമ്പോ അതിനിടയ്ക്ക് വീണ്ടും കയറി ഇടപെട്ടിട്ട് സംവാദത്തെ നാലാംകിട ഏർപ്പാടാക്കി മാറ്റുന്ന ആങ്കറിംഗ് അങ്ങ് നടത്തരുത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ പറഞ്ഞു, BJP നേതാക്കന്മാർ സമരപ്പന്തലിൽ വന്നതിൽ എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന് യുക്തിക്ക് മറവി സംഭവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യർക്ക് വിയോജിപ്പുണ്ട്. എന്താ വിയോജിപ്പ്? 2023-24 ഈ കേരളത്തിലെ 26,000 ആശമാർക്ക് അവർക്ക് കൊടുക്കേണ്ട 100 കോടി 636.88 കോടി ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ദേശീയ ആരോഗ്യ മിഷന് മാത്രം അത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്തിന്റെ ഒരു അംശമല്ല കേരളം ചോദിക്കുന്നത്. അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പനാ, കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഞാനും അങ്ങയും ഇവരും ഒഴുക്കുന്ന വിയർപ്പിന്റെ ഓഹരിയാണ്. അത് പിടിച്ചു വെച്ച BJP-ക്കാർ കേരളത്തിലെ ആശാ പ്രവർത്തകരെ പട്ടണിക്കിട്ട് കൊല്ലാൻ നോക്കിയവന്മാർ. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. അവന്മാർ വരുമ്പോ മാലയിടാനും കിറ്റു സ്വീകരിക്കാനും അവന്മാരോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ ആനാവൂർ നാഗപ്പന് പൊള്ളിയില്ലേ ജയിക്ക്? ജയിക്ക് എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും ഈ ദൃശ്യത്തിന് മറുപടിയാവില്ല. എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും, എന്തൊക്കെ നാലാംകടയാണെന്ന് പറഞ്ഞാലും, ജെയ്സി തോമസെ സുരേഷ് ഗോപി സമരപ്പന്തൽ വന്നതിന് നിങ്ങൾ വിമർശിക്കുമ്പോൾ വിഴിഞ്ഞം സമരകാലത്ത് സമരക്കാർക്കെതിരെ VV രാജേഷും ആനാവൂർ നാഗപ്പനും തോളോട് തോൾ ചേർന്ന് നിർത്തിയ സമരത്തിന്റെ ഈ പറഞ്ഞ കളങ്കമുണ്ടല്ലോ, ആ കളങ്കത്തിന് നിന്ന് മറുപടിയില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 40ാം ദിവസം അവിടെ നിരാഹാരം കിടക്കുന്ന കുറച്ച് ദരിദ്രരായ സ്ത്രീകളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ മറ്റ് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് മനുഷ്യത്വം മാത്രം മുന്നോട്ടേക്ക് വെച്ച് 7,000 എന്നത് 10,000 ആക്കി തരാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിലേക്ക് പോയി ഇൻസെന്റീവിനായി സമരം നടത്താം എന്നൊരു വാക്ക് പറയാത്ത എന്താണ് ജയിക്കെ? അങ്ങനെ കൊടുക്കാനും മാത്രം നമ്മുടെ ഖജനാവ് മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുകയാണോ? ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ, അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് PSക്കാർക്ക് സമരം പണം കൂട്ടി കൊടുക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് KV തോമസ് പണം കൊടുക്കാൻ കഴിയുക? ജയിക്കെ എന്താ ഉറക്കം വരുന്നു. ജയിക്കൊക്കെ ഈ വീറോള വാദിക്കുന്നത് കുറച്ച് ദരിദ്രവാസികളായ, ആ വാക്ക് ഉപയോഗിക്കാം, സമൂഹത്തിന്റെ താഴേത്തട്ടിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പരമസാധുക്കളായ പട്ടിണിക്കാരായ കുറച്ച് സ്ത്രീകളുടെ സമരം ശമ്പളം ദിവസം 232 രൂപയിൽ നിന്ന് 235 രൂപ പോലും ആവരുത് എന്ന ഉത്തമ ബോധ്യത്തിൽ വീറോടെ വാദിക്കുക. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നെഞ്ചിൽ കൈവച്ച് ആലോചിക്ക് ജയിക്ക്, ഇടതുപക്ഷ നിലപാടാണോ എന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിക്ക്. താങ്കൾ ഉള്ളിൽ കുറ്റബോധം ഇല്ലാതെയാണോ ഈ പറയുന്നതെന്ന്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി, വരട്ടെ.